അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഫിഖ് 8ാം ക്ലാസ് ഫിഖിലെ 2023 ചോദ്യങ്ങളാണ് ഇനി പരിശോധിക്കുന്നത്. അർദ്ധവാർഷിക പരീക്ഷ നമ്മൾ 2021 22 ചെയ്ത് ഇനി 2023 നമുക്ക് നോക്കാം. ആവർത്തിച്ച് വന്ന ചോദ്യങ്ങൾ, അതിൻ്റെ ചോദ്യങ്ങളുടെ രൂപങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കാം. കോളത്തിൽ ശരി അടയാളപ്പെടുത്താൻ അൽ മാഉ തഹൂറിന് പറയപ്പെടുന്ന മറ്റൊരു പേര് അൽ മാഉൽ മുസ്തഅമൽ, അൽ മാഉൽ മുത്ലഖ്, അൽ മാഉൽ മുതഗയ്യിർ. ഇനി മുസാഫിനെ ബഹുമാനിച്ച് എഴുന്നേറ്റ് നിൽക്കൽ വാജിബ്, ജായിസ്, സുന്നത്ത്. ഈ രണ്ട് ചോദ്യങ്ങളും പലതായിട്ട് വന്നിട്ടുണ്ട്, പല രൂപത്തിൽ വന്നിട്ടുണ്ട്. ഇനി ഫർള് കിഫായയുടെ ഉദാഹരണം സ്വലാത്തു തറാവീഹ്, സ്വലാത്തുൽ ളുഹ്ർ, സ്വലാത്തുൽ ജനാസ. 4 തയമ്മും ശർആക്കപ്പെട്ട ഹിജ്റ വർഷം 6, 2, 4. മായിസാബു അലാ ഫീലി വ യുആഖബു അലാ തർക്കിഹി എന്താണ്? വാജിബാണോ ഹറാമാണോ സുന്നത്താണോ? പ്രവർത്തിച്ചാൽ കൂലിയുണ്ട്, ഉപേക്ഷിച്ചാൽ ശിക്ഷയുള്ള കാര്യത്തിന് എന്താ പറയുക? വാജിബാണോ ഹറാമാണോ സുന്നത്താണോ? 6 ഹൈദ് രക്തം അവസാനിച്ചാൽ കുളിയുടെ മുമ്പ് അനുവദനീയമാണ് ജിമാ, സൗമ്, സ്വലാത്ത്. ഈ ചോദ്യങ്ങൾ പല രൂപത്തിലാണ് വന്നേക്കുന്നത്, ഇതൊക്കെ ആവർത്തിച്ച് വന്ന ചോദ്യങ്ങളാണ്. ചേരുംപടി ചേർക്കാൻ ശേഷം വളൂ സുന്നത്തുള്ള കാര്യം, ഹൈദ് കൊണ്ട് പ്രത്യേകം ഹറാമാകുന്ന കാര്യം, കുളി നിർബന്ധമാകുന്ന കാര്യം, ജനാബത്ത് കൊണ്ട് പ്രത്യേകം ഹറാമാകുന്ന കാര്യം, കുളി സുന്നത്തുള്ള കാര്യം. അതിൻ്റെ അർത്ഥ ഭാഗം നോക്കാം. ത്വലാഖ്, ഖൈ, ഇസ്തിസ്ഖാ, വിലാദത്ത്, ഖിറാഅത്തുൽ ഖുർആൻ. ത്വലാഖ് അല്ല, ഖൈ അല്ലേ, ഛർദിക്കൽ. ഇസ്തിസ്ഖാ മഴയത്തേയുള്ള നിസ്കാരം. വിലാദത്ത് പ്രസവം. ഖിറാഅത്തുൽ ഖുർആൻ ഖുർആൻ പാരായണം. അപ്പോൾ ഇതിൻ്റെയൊക്കെ ശരി ഏതാണെന്ന് അടയാളപ്പെടുത്താം. പൂരിപ്പിക്കാൻ അൽ മുബാഹു എന്ന് വെച്ചാൽ എന്താ? ലാ യുസാബു ഡാഷ് അലാ ഫീലിഹി വല അലാ തർക്കി. മുബാഹിൻ്റെ നിർവചനമാണത്. അത് നമ്മളത് അറബി തന്നെ പഠിച്ചു വെക്കണം. സുന്നത്ത്, മുബാഹ്, അതുപോലെ തന്നെ വാജിബ്, ഹറാമൊക്കെ എന്താണെന്നൊക്കെ അതിൻ്റെ നിർവചനം പഠിച്ചാലാണ് ഇങ്ങനെയുള്ള ഉത്തരങ്ങൾ എഴുതാൻ കഴിയുള്ളൂ. അതൊക്കെ അറബിയിലെ തന്നെ. സുബ്ഹാനല്ലദി ഡാഷ് വമാ കുന്നാ ലഹു മുഖ്രിൻ. കണ്ട, ഇത് 2021 22 വന്ന ചോദ്യങ്ങൾ. അതായത് യാത്ര ചെയ്യുമ്പോൾ ചെല്ലണ ദിക്റില്ലേ, ആ ദിക്റാണത്. നമ്മൾ പറഞ്ഞില്ലേ എന്താണ് ഖുർആനാണെന്ന ഉദ്ദേശമില്ലാതെ ഖുർആനിലെ ദിക്ർ ചെല്ലാന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അവിടെ പറയുന്ന വിഷയങ്ങളാണ് ഈ ദിക്ർ പറയുന്നുണ്ട്. 14 ഇന്ന ഉമ്മത്തി യുദ്അവന യൗമുൽ ഖിയാമത്തി ഡാഷ് മിൻ ആസാരിൽ വുളൂഇ അല്ലേ, എൻ്റെ സമുദായത്തെ അന്ത്യനാളിൽ വിളിക്കപ്പെടും. എന്താ വിളിക്കപ്പെടുക? ആ ഹദീസ്. 2 കുലത്ത് വെള്ളം ഏകദേശം ഡാഷ് ലിറ്ററാണ്. എത്ര ലിറ്ററാണ്? വൻസൽനാ മിനസ്സമായി ഡാഷ് തഹൂറ. ഇതൊക്കെ ആവർത്തിച്ച് വന്നു. അതാണ് പറഞ്ഞത്, ഇതൊക്കെ ആവർത്തിച്ച് വന്നിട്ടുണ്ട് ഈ ചോദ്യങ്ങൾ. അപ്പോൾ അതിനെ യജൂസുൽ മസ്വാലിൽ ഖുഫൈനിൽ മുസാഫിർ ഡാഷ് വ ലയാലിഹിന്ന. യാത്രക്കാരന് 2 ഹുഫ തടവൽ അനുവദനീയമാണ്. വ ലയാലിഹിന്ന ഡാഷ് വ ലയാലിഹിന്ന. അത് എങ്ങനെയാണ് അവിടെ പൂരിപ്പിക്കേണ്ടത്? രാത്രിയും എത്ര പകലാന്നൊക്കെ ഇല്ല, അത് നമ്മളത് അറബി പഠിച്ചാലാണ് അത് എഴുതാൻ കഴിയുള്ളൂ. ഒറ്റ വാക്കിൽ ഉത്തരം എഴുതാണ്. സുന്നത്തിന് പറയപ്പെടുന്ന മറ്റൊരു പേരെന്താ? 19 4 മദ്ഹബ് തഖ്ലീദ് ചെയ്യുന്നതിൻ്റെ വിധി എന്താ? ഈ ചോദ്യങ്ങളും ആവർത്തിച്ചു വന്നു. ഹൈദ് നിഫാസ് സമയത്തുള്ള നിസ്കാരം ഖളാ വീട്ടുന്നതിൻ്റെ വിധി എന്ത്? 20. 21 ഹുഫ തടവുന്നതിൻ്റെ ഷർത്തുകൾ എത്ര? ഇത് പലതും പല വട്ടം ആവർത്തിച്ചു വന്ന ചോദ്യം. അമലിയത്തുൻ കൈസരിയ അർത്ഥം എഴുതുക. കൈസരിയ എന്താ അതിൻ്റെ അർത്ഥം? അമലിയത്തുൻ കൈസരിയ എന്ന് പറഞ്ഞാൽ. 23 വെള്ളത്തിൽ മുങ്ങി മരിക്കുന്നവനെ രക്ഷപ്പെടുത്താൻ വേണ്ടി നിസ്കാരം പിന്തിപ്പിക്കുന്നതിൻ്റെ വിധി എന്ത്? ഈ ചോദ്യം വന്നിട്ടുണ്ട്. ഇനി ഒറ്റ വാചകത്തിൽ ഉത്തരം എഴുതാനാണ്. 24 കർമ്മശാസ്ത്രത്തിൻ്റെ 4 പാർട്ടുകൾ ഏതെല്ലാം? ഇതും വന്നതാണ്. 25 റഹ്മത്തിൻ്റെ മലക്കുകൾ പ്രവേശിക്കാത്ത വീട് ഏതാ? അതും ചോദിച്ചിട്ടുണ്ട്. 26 മുമ്പ് വളൂ ചെയ്യൽ സുന്നത്തുള്ള കാര്യങ്ങളിൽ 4 എഴുതുക. മുമ്പ് വളൂ ചെയ്യൽ സുന്നത്തുള്ള കാര്യം, ചില കാര്യങ്ങൾ ചെയ്യുന്നതിന് മുമ്പേ വളൂ ചെയ്യൽ സുന്നത്തുണ്ട്, ആ കാര്യങ്ങളിൽ 4 എഴുതുക. 27 നിസ്കാരം കറാഹത്തുള്ള 2 സമയങ്ങൾ എഴുതുക. ഈ ചോദ്യങ്ങളൊക്കെ ആവർത്തിച്ച് വരുന്നതാണ്. പിന്നെ 27 ഉദിറില്ലാതെ കൂടുതൽ നിസ്കാരം ഖളാ ഉള്ളവന് നിർബന്ധമാകുക. എന്താണ് നിർബന്ധമാകുക? ഒരു കാരണമില്ലാതെ കൂടുതൽ നിസ്കാരം ഖളാ ഉള്ളവന് നിർബന്ധമാണ്. എന്താണ് നിർബന്ധമാകുക? 29 കുളി സുന്നത്തുള്ള 4 കാര്യങ്ങൾ എഴുതുക. കുളി സുന്നത്തുള്ള 4 കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടില്ലേ? വെള്ളിയാഴ്ച കുളി അങ്ങനെ പറഞ്ഞ് പഠിച്ചല്ലോ. അതിൽ 4 എഴുതാനാണ്. 30 വളുവിലെ ഇടയിൽ ഒരു അവയവം കഴുകിയോ എന്ന് സംശയിച്ചാൽ എന്ത് ചെയ്യണം? വളുവിൻ്റെ ഇടയിലെ ഒരവയവം കഴുകിയോ എന്നാണ് സംശയിച്ചതെങ്കിൽ എന്ത് ചെയ്യണം? 31 ഇന്ന അവലമാ യുഹാസബു ബിഹിൽ അബ്ദു യൗമുൽ ഖിയാമത്തി മിൻ അമലി സ്വലാത്തു. സാരം എഴുതുക. അതിൻ്റെ അർത്ഥം ഇതാണ് ഹദീസിൻ്റെ.
ഇനി 5 വരിൽ കുറയാതെ ഉപന്യസിക്കുക. അല്ല അയിമത്തുൽ അർബ 4 ഇമാമിങ്ങളെ പറ്റി എഴുതാം. ഇനി 33 കൈഫത്തുൽ ഗുസ്ൽ കാമിലി പരിപൂർണ്ണ കുളിയുടെ രൂപം എഴുതാം. അപ്പോൾ ഇതിൻ്റെ ഉത്തരങ്ങളൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. കാരണം നിങ്ങളതൊന്ന് എന്ത് ചെയ്യുക, നിങ്ങളത് ചോദ്യം ഒന്ന് വായിച്ചിട്ട് അതിൻ്റെ ഉത്തരങ്ങൾ ഒന്ന് കണ്ടെത്താൻ ശ്രമിക്കുക. വേണമെങ്കിൽ കമൻറ്റിൽ രേഖപ്പെടുത്താം കേട്ടോ. അല്ലാതെ ഇത് പറഞ്ഞു പോകുമ്പോൾ അത് എന്താവില്ല, നമുക്കൊരു പഠിത്തം മനസ്സിൽ ഉറക്കൂല. അപ്പോൾ എല്ലാവരും അങ്ങനെ ഒന്ന് ശ്രമിക്കാണ്ട് വേണമെങ്കിൽ കമൻറ്റിൽ രേഖപ്പെടുത്താം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.